നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശാസ്ത്രികൾ എന്ത് മനസ്സിൽ വെച്ചാ അത് പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തെങ്കിലും അനർത്ഥങ്ങളുണ്ടോ? അനർത്ഥങ്ങളും പ്രതിസന്ധികളും ഒട്ടനവധിയാണ്. നേരിടാനുള്ള മനഃശക്തിയാണ് ആർജിച്ചു വെക്കേണ്ടത്. ശാസ്ത്രികള് സഞ്ജുവിന് വേണ്ടി 2 വിവാഹ മുഹൂർത്തങ്ങളെ കുറിച്ച് തന്നത്. ഒന്ന് 11:45-നും 12-നും മധ്യേ, മറ്റൊന്ന് 12-നും 12:20-നും മധ്യേയും. ഈ രണ്ടും 2 പെൺകുട്ടികളുമായിട്ടുള്ള വിവാഹത്തിനായിരുന്നു. അതെല്ലോ, ആദ്യം കുറിച്ച പെൺകുട്ടിയുമായുള്ള വിവാഹം നടക്കാതെ വന്നപ്പോഴാണല്ലോ മറ്റൊരു പെൺകുട്ടിയായുള്ള വിവാഹം ഉറപ്പിച്ചത്. അതെ, ആ വിവാഹമാണ് നടക്കാൻ പോകുന്നത്. യഥാർത്ഥ മുഹൂർത്തത്തിൽ തന്നെ ശ്രീദേവിയുടെ മകന്റെ കല്യാണം നടക്കും. അതിൽ ആശങ്കപ്പെടാനൊന്നുമില്ല. അല്ല, അവൻ മുമ്പൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടിയിട്ടുണ്ടെന്ന് ശാസ്ത്രികൾ ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. അതിനുള്ള പരിഹാരക്രിയകൾ ശിവക്ഷേത്രത്തിൽ പോയി ചെയ്തതല്ലേ? അവനാ പോയി അത് ചെയ്തത്. അതിന്റെ ദോഷങ്ങൾ എന്തെങ്കിലും ബാക്കിയുണ്ടോന്ന് ശാസ്ത്രികൾ ഒന്ന് നോക്കി പറയാവോ? മകന്റെ ജീവൻ ഇപ്പോഴും സംരക്ഷണ വലയം തീർത്തിരിക്കുന്നത് ആ താലിയാണ്. അതില് ഒരു ദേവീ ചൈതന്യം ഞാൻ കാണുന്നുണ്ട്. ഇപ്പോഴും ആ താലി ആ കുട്ടിയുടെ കഴുത്തിലുണ്ടോ? നിശ്ചയമായി അവളുടെ കഴുത്തിലുണ്ട്. അമ്മ സഞ്ജുവിന്റെ ഭാര്യയാണെന്ന് എല്ലാരും അറിയാൻ പോവാണോ? എന്റെ ദേഹം തളരുന്നു. അവളതൊരു പൂജാദ്രവ്യം പോലെ കഴുത്തിൽ അലങ്കരിച്ചിട്ടുണ്ട്. ശ്രീകുട്ടിയുടെ കഴുത്തില സഞ്ജു താലി കെട്ടിയതെന്നല്ലേ നമ്മൾ വിശ്വസിക്കുന്നത്? നമ്മളല്ല, ശ്രീദേവിയടുത്തല്ലേ. പക്ഷേ ശ്രീകുട്ടി താലി അണിയുന്നുമില്ല. ആ താലി നിങ്ങൾക്കൊരു ബന്ധവുമില്ലാത്ത ഒരു പെൺകുട്ടിയുടെ കഴുത്തിലാണുള്ളത്. ഈശ്വര, ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നേ? ആ താലി ആ കുട്ടിയുടെ കഴുത്തിൽ കിടക്കുന്ന കാലത്തോളം നിങ്ങളുടെ മകന് മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടാനാവില്ല. ആ താലി അവൾ സ്വയം അഴിച്ചു മാറ്റാനും പാടില്ല. ലക്ഷ്മി താലി ഒഴിക്കാതെ എങ്ങനെ സഞ്ജുവിന്റെ വിവാഹം നടത്താനോ? അത് മുടങ്ങിപ്പോകുന്ന കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. പിന്നെ എങ്ങനെയാ ശാസ്ത്രികളെ എന്റെ മോന്റെ കല്യാണം നടക്കുന്നത്? ഞാൻ തുടക്കത്തിലെ പറഞ്ഞതല്ലേ വിവാഹത്തിലെത്താൻ വൈതരണികളുണ്ടെന്ന്. ഈ പറഞ്ഞ ദിവസം നിങ്ങളുടെ മകന്റെ 2ാം കെട്ടിന് യോഗം കാണുന്നുമുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ കുറിച്ചു തന്ന മുഹൂർത്തത്തിൽ തന്നെ താലികെട്ട് നടക്കുമെന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.